സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ചിരപുരാതനമായ ഭാരതീയ സംസ്കൃതി നിത്യനൂതനമായി ഈ രാഷ്ട്രത്തിൽ സചൈതന്യം നിലനിൽക്കുന്നതിന് കാരണം ഇതുപോലെയുള്ള സത്ര ജ്ഞാനയജ്ഞങ്ങൾ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത്തെ എന്ന് 2500 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദേശത്തിന് ഡെഫിനിഷൻ നൽകിയ ഋഷിവര്യന്മാരുടെ പരമപവിത്ര പുണ്യ ഭാരതഭൂമിയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അനവധി സഹസ്രാബ്ദങ്ങൾ അത് ചരൈവേദി എന്ന വരികളുടെ ചൈതന്യത്തിലൂടെ ഈ രാഷ്ട്രത്തിൽ മുഴങ്ങിക്കേൾക്കുമെന്നുള്ളതിന് തെളിവാണ് ഇത്രയും വൈകിയ വേളയിൽ പോലും ഈ സദസ്സില് 5140 വർഷങ്ങൾക്ക് മുൻപ് സിംഹഗർജനം നടത്തിയ അത്യന്താധുനിക മാനേജ്മെന്റിന്റെ പ്രഭാപൂരിതമായ സന്ദേശങ്ങൾക്കാധാരമായ ശ്രീകൃഷ്ണനെ, ശ്രീകൃഷ്ണ ചൈതന്യത്തെ, ശ്രീകൃഷ്ണ സന്ദേശത്തെ, ശ്രീകൃഷ്ണ മഹത്വത്തെ കേൾക്കുവാൻ ഇത്രയും ജനത ഇവിടെ വന്നിരിക്കുന്നത് ഭാഗവത സത്രം എന്ന യജ്ഞം എന്തിന് എന്ന് ചോദിച്ചാൽ, ഒരു ദേശീയ ദിനപത്രം ഇന്ന് രാവിലെ ഒരു വരി എഴുതി, കലുഷിത കാലത്ത് പുണ്യം പകർന്ന് ഭാഗവത സത്രം വീണ്ടും, ഈ ഒരു വരിക്ക് തത്തുല്യമായൊരു മലയാള വരി എഴുതാൻ മുമ്പോട്ട് വന്നത് അത്യുജ്വലമായൊരു ദേശീയ പത്രത്തിന്റെ ആ വരികളുടെ സന്ദേശമാണ് ഇനി നടക്കാൻ പോകുന്ന ഭാരതീയ യജ്ഞമെന്ന ഭാഗവത സത്രത്തിന്റെ സന്ദേശം തന്നെ. കലുഷിത കാലത്ത് മനസ്സുകളുടെ വേദനകൾ നിറഞ്ഞു തുളുമ്പുന്ന കാലത്ത് ശാശ്വത പരിഹാരം കാണാൻ ചിരപുരാതനമായൊരു ധർമ്മത്തിലേക്ക് മാനവരാശി തിരിയുന്നതിന്റെ വരികൾക്ക് തുടക്കം കുറിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. Whenever the system in equilibrium is getting disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. എപ്പോഴാണോ ധാർമ്മിക മൂല്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുന്നത്, എപ്പോഴാണോ അധർമ്മം ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്, അപ്പോഴെല്ലാം ഞാൻ എന്ന പരമപ്രപഞ്ചശക്തി അവിടെ വന്നിട്ട് പരമപവിത്ര ഭാരതത്തിലെ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ, റിപ്പീറ്റേഷൻ, ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അൾട്രാ മോഡേൺ സയൻസാണ് ഈ വരി. ഇത് വെറും ശ്രീകൃഷ്ണൻ എന്ന ഒരു മയിൽപീലി ചൂടിയ ഉണ്ണികൃഷ്ണന്റെ വരിയല്ല. ഏതൊരു ബയോകെമിസ്റ്റിനും, ഏതൊരു കെമിസ്റ്റിനും, ഏതൊരു എൻവയോൺമെന്റൽ സയന്റിസ്റ്റിനും, ഏതൊരു എക്കണോമിക്കൽ എക്സ്പെർട്ടിനും ഇതിനപ്പുറം പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ലോക സീനിൽ കാണുന്നതും പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ ധാരയതി ഇതി ധർമ്മ ധർമ്മോ രക്ഷതി രക്ഷിതഃ ആചാര പ്രഭവോ ധർമ്മ
that dharma will be protected by me because it is the universal rule. എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനെ എന്തിനാ പുരാതന ഋഷിവര്യന്മാര് സൃഷ്ടിച്ചത്? 4 വേദങ്ങൾ എഴുതിയില്ലേ? ഋഗ്വേദത്തിന് 25 ശാഖയും, യജുർവേദത്തിന് 108 ശാഖയും, സാമവേദത്തിന് 1001 ശാഖയും, അഥർവവേദത്തിന് 52 ശാഖയും, ശിക്ഷയ്ക്ക് 18 പുസ്തകങ്ങളും, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷങ്ങൾക്ക് 18 പുസ്തകങ്ങൾ വീതവും, 18 മഹാപുരാണങ്ങളും, 18 ഉപപുരാണങ്ങളും, ഷഡ്ദർശനങ്ങളും, 6 ഉപവേദങ്ങളും, 2 ഇതിഹാസങ്ങളും എഴുതിയ ഋഷിവര്യന്മാര് ആകാശത്ത് നിന്ന്, ഏറ്റവും മുകളിൽ നിന്ന് 2 പേരെ താഴെയിറക്കി. ഒരു ശ്രീരാമനെയും ഒരു ശ്രീകൃഷ്ണനെയും താഴെയിറക്കി. ഭാഗവത സത്ര കമ്മിറ്റികൾക്കറിയാത്തൊരു മഹാത്ഭുതം ഇതിനിടയ്ക്ക് വന്നുകൂടി. ചിങ്ങം, കന്നി, തുലാം എന്ന് തുടങ്ങുന്ന മലയാള മാസങ്ങളിലെ അവസാന മാസത്തില് കർക്കടകം സമ്പൂർണ്ണ രാമായണ മാസമായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ് മാസത്തിന്റെ അവസാന മാസം ഭാഗവത സത്രമാസവുമായി മാറി. അതേ ശ്രീകൃഷ്ണന്റെ, അതേ ശ്രീരാമന്റെ ചൈതന്യം ഋഷിവര്യന്മാർ ആകാശത്ത് നിന്ന് എന്തിനു താഴെ ഇറക്കി എന്നാരെങ്കിലും വെറുതെ ചിന്തിച്ചാൽ അതിനൊരുത്തരം പറയാനുണ്ട്. 6ാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തില് 29 ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ തുടങ്ങിയ അത്യുജ്വലങ്ങളായ സന്ദേശങ്ങൾ നൽകി 100 കണക്കിന് അധ്യായങ്ങളിലൂടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം, സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഓരോ ചര്യയും ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ്, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, അച്ഛൻ, അമ്മ, കുലഗുരു, രാജാവ്, മന്ത്രി, ഉപമന്ത്രിമാര് എല്ലാവരും എങ്ങനെ അനുഷ്ഠിക്കണം, എന്തുകൊണ്ട് അനുഷ്ഠിക്കണം, എത്ര ഗഹനമായി അവ പഠിച്ച് പരിശീലിപ്പിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്ന താത്വിക ചിന്താധാര കൽപ്പശാസ്ത്രം എന്ന വേദാംഗത്തിന്റെ ഒരു ഭാഗമായ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മശാസ്ത്രത്തില്, ആ സ്മൃതികളില് കണ്ണോടിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാകും. Just like we are telling in the modern subject that we are learning from the colleges, there are theoretical chemistry subjects, theoretical physics, theoretical mathematics, theoretical economics on the one side. അപ്പുറത്തെ സൈഡിൽ മറ്റൊന്നുണ്ട്. അപ്ലൈഡ് മാത്തമാറ്റിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, അപ്ലൈഡ് ഫിസിക്സ്, applied economics and so on.